വലിയൊരു ഹണി ട്രാപ്പിൻ്റെ ചുരുളഴിയുന്നു. കോട്ടയം ഏറ്റുമാനൂരാണ് സംഭവം. ഹണി ട്രാപ്പിലൂടെ യുവാവിന് നഷ്ടമായത് 60 ലക്ഷം രൂപയോളമാണ്. ഒപ്പം 61 പവൻ്റെ സ്വർണ്ണാഭരണങ്ങളും. യുവാവിൻ്റെ പരാതിയിൽ കഴിഞ്ഞ ഏപ്രിൽ 3 ഗാന്ധിനഗർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2022 മാർച്ച് മുതൽ 2024 ഡിസംബർ വരെയുള്ള കാലയളവിലാണ് സംഭവം നടന്നത്. കേസിലെ മുഖ്യപ്രതി അതിരമ്പുഴ അമ്മഞ്ചേരി കുമ്മണ്ണൂരിൽ അരുൺ ഗോപിയുടെ ഭാര്യ 37-കാരി ധന്യ അർജുനാണ്. കേസിൽ ധന്യയുടെ ഭർത്താവ് അർജുൻ, ഇവരുടെ സുഹൃത്ത് അലൻ തോമസ് എന്നിവരാണ് മറ്റ് പ്രതികൾ. പ്രതിയുടെ വീടിനടുത്താണ് യുവാവ് താമസിച്ചിരുന്നത്. സൗഹൃദം സ്ഥാപിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവാവിനെയാണ് ധന്യ ഹണി ട്രാപ്പിൽപ്പെടുത്തിയത്. യുവാവുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം ഇയാൾക്കൊപ്പം നഗ്നചിത്രമെടുത്തു. ഈ ചിത്രം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പലപ്പോഴായി പണവും സ്വർണവും തട്ടിയെടുക്കുകയായിരുന്നു പ്രതികൾ. കേസിൽ കഴിഞ്ഞ ദിവസമാണ് ധന്യ അറസ്റ്റിലായത്. മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതോടെ ധന്യ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. ഗർഭിണിയാണെന്ന കാരണത്താൽ കോടതി ധന്യയ്ക്ക് ജാമ്യം അനുവദിച്ചു. കേസിലെ മറ്റ് പ്രതികളായ അലൻ തോമസ്, അർജുൻ ഗോപി എന്നിവരെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനിടെ മറ്റു ചില വിവരങ്ങളും കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. ധന്യയ്ക്ക് ഉന്നതരുമായി അടുത്ത ബന്ധമുണ്ടെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഗാന്ധിനഗർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനെയും ധന്യ വിജിലൻസ് കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ഈ കേസിലും ധന്യ പ്രതിയാണ്. ഹണി ട്രാപ്പ് കേസിൽ യുവാവ് പരാതി നൽകിയതിന് പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥനെയും ധന്യ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചത്. ഗാന്ധിനഗർ പോലീസ് ധന്യയ്ക്കെതിരെ ഹണി ട്രാപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് വാഗ്ദാനം നൽകി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും മദ്യവും പണവും കൈക്കൂലിയായി ആവശ്യപ്പെടുകയും ചെയ്തെന്നാണ് ധന്യ വിജിലൻസിന് നൽകിയ പരാതി. ധന്യ നൽകിയ പരാതി കള്ളമാണെന്ന് തെളിഞ്ഞതോടെ ധന്യയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള ധന്യയും ഭർത്താവും ചേർന്ന് പലരെയും ഇത്തരത്തിൽ കള്ളക്കേസുകളിൽ കുടുക്കി പണം തട്ടിയെടുത്തിട്ടുണ്ടെന്ന വിവരമാണ് അതിനിടെ പുറത്തു വരുന്നത്. ഭാര്യയുടെ പഠന സൗകര്യത്തിനാണ് അമ്മഞ്ചേരിയിൽ ധന്യയുടെ വീടിനടുത്ത് യുവാവ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. US ആസ്ഥാനമായ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് യുവാവ്. സൗഹൃദം സ്ഥാപിച്ച് യുവാവിനൊപ്പം നഗ്നചിത്രങ്ങൾ എടുത്ത ശേഷം ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ധന്യയുടെ ഭർത്താവിൻ്റെ സുഹൃത്തും യുവാവിൽ നിന്ന് പണം തട്ടിയെടുത്തത്. പകർത്തിയ ചിത്രങ്ങൾ യുവാവിൻ്റെ ബന്ധുക്കൾക്കും മറ്റും അയച്ചു കൊടുക്കുമെന്നായിരുന്നു ഭീഷണിപ്പെടുത്തി ആദ്യം 60 ലക്ഷം രൂപയാണ് ധന്യയും ഭർത്താവ് അർജുനും ചേർന്ന് വാങ്ങിയെടുത്തത്. പ്രതികളുടെ സുഹൃത്താണ് മണർക്കാട് സ്വദേശി അലൻ തോമസ്. ഇയാളും ഇതിനിടെ പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തി തൻ്റെ അക്കൗണ്ടിലേക്കും പണം തട്ടിയെടുത്തു. ഇത്തരത്തിൽ യുവാവിൻ്റെ കൈവശമുള്ള മുഴുവൻ പണവും പ്രതികൾ തട്ടിയെടുത്തു. തുടർന്നും പ്രതികൾ ഭീഷണി തുടർന്നു. ഭീഷണിക്കൊടുവിൽ ബാങ്ക് ലോക്കർ തുറപ്പിച്ച് അതിലുണ്ടായിരുന്ന കുടുംബാംഗങ്ങളുടെ 61 പവൻ്റെ സ്വർണ്ണാഭരണങ്ങളും പ്രതികൾ തട്ടിയെടുത്തു. പിന്നെയും ഭീഷണി തുടർന്നു. ഇതോടെയാണ് യുവാവ് പോലീസിനെ സമീപിച്ചത്.